Welcome to Testing Buddy YouTube channel. For more technical videos, please subscribe our channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കരിയർ എന്തുകൊണ്ടാണ് ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷനായി മാറുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ എന്തുകൊണ്ടാണ് ഇത്രയും അമേസിംഗ് ആവുന്നത് എന്നതിനെ കുറിച്ചാണ്. Why software testing is an amazing career option? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു അമേസിംഗ് ആയ എക്സൈറ്റിംഗ് ആയ എല്ലാവരും അട്രാക്റ്റീവ് ആകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ഫ്ലെക്സിബിളായ ഒരു കരിയർ ഓപ്ഷനായി മാറുന്നത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, വളരെ പഠിപ്പ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിനുള്ള കൺഫ്യൂഷൻസ് ആണ് മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം IT ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയിലായാലും ഇപ്പോൾ നമ്പർ ഓഫ് IT കമ്പനീസിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാവും, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും തോറും എന്തുണ്ടാവും, ഡിമാൻഡ് ഓഫ് ക്വാളിറ്റി കൂടും. ഡിമാൻഡ് ഓഫ് ക്വാളിറ്റി കൂടി എന്തുണ്ടാവുക, ഡിമാൻഡ് ഓഫ് ക്വാളിറ്റി കൂടുമ്പോൾ നമുക്ക് ക്വാളിറ്റി കൂടണമെങ്കിൽ എന്ത് വേണം, പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണം. നന്നായി ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുണ്ടാവും, നീഡ് ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ അത്യാവശ്യം വരികയാണ്. ഓക്കെ, അങ്ങനെയാണ് ഒരു IT ഇൻഡസ്ട്രിയിൽ, ഒരു IT കമ്പനിയിൽ ടെസ്റ്റർ, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ട്, എത്രയും മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്നതോ അത്രയും ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യം കൂടുകയും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ള കരിയറിൻ്റെ ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ പറയുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ മാൻഡേറ്ററി ഫോർ ഇൻഡസ്ട്രി. കോമ്പറ്റീഷൻ എന്നുള്ളൊരു പോയിന്റ് വിട്ടാൽ തന്നെ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഫഷണലായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ ടെസ്റ്റിംഗ് കഴിയാതെ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ മാൻഡേറ്ററി ഫോർ ഇൻഡസ്ട്രി, അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം മാൻഡേറ്ററി ആണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതുകൊണ്ട് ഏത് കാലത്താണെങ്കിലും അത് നിലനിൽക്കുമെന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജായി നമുക്കത് കാണാം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഗുഡ് സാലറി ആൻഡ് ഗ്രോത്ത് ആസ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രൊഫഷണൽ. നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ ആണെങ്കിൽ ഒരു നല്ലൊരു സാലറി പാക്കേജ് തന്നെയാണ് IT ഇൻഡസ്ട്രി നമുക്ക് ഓഫർ ചെയ്യുന്നത്. കൂടാതെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയറിലേക്ക് കടന്നാൽ തന്നെ നമ്മൾ ഒരു ജൂനിയർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയറായി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു ഗ്രോത്തും ഉണ്ട്. പിന്നീട് സീനിയർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയർ ആവാം, പിന്നെ ടീമിൻ്റെ ടെസ്റ്റ് ലീഡ് ആവാം, ടെസ്റ്റ് മാനേജർ ആവാം. അങ്ങനെ അതിൻ്റെ ഗ്രോത്ത് കയറി പോകും. നമുക്ക് നല്ലൊരു ഹൈപ്പിലേക്ക് പോകാനും സാധിക്കും. അതായത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. അതായത് ഒരു IT കമ്പനിയുടെ ടോപ്പ് ലെവലിലേക്ക് തന്നെ നമുക്ക് കടക്കാൻ സാധിക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു സ്റ്റാർട്ട് എ കരിയർ ഇൻ പ്രൊഡക്റ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ എന്നുള്ളൊരു കരിയറിലേക്ക് കടന്നു പോകാൻ എൻട്രി വളരെ എളുപ്പമാണ്. ഇപ്പോൾ വേറൊരു ഡെവലപ്പിംഗ് ആയാലും ഒരു ഡിസൈനിങ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ വളരെയധികം സ്ട്രഗിൾസ് തുടക്കമുണ്ടാവും. ഡെവലപ്പിംഗ് ഒക്കെ ആണെങ്കിൽ പഠിച്ച് വരാൻ ഒരു 2 ഇയർ എന്തായാലും അത് സ്വയം ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിലേക്ക് എത്താൻ നമുക്ക് വേണ്ടി വരും. അതേസമയം സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലേക്ക് നമുക്ക് പെട്ടെന്ന് ഏത് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും ഏതൊരു ഡിഗ്രി കഴിഞ്ഞവർക്കായാലും, ഇപ്പോൾ ഡിഗ്രി ഇല്ലെങ്കിലും പെട്ടെന്ന് വേറൊരു ഫീൽഡിൽ നിന്നായാലും പെട്ടെന്ന് നമുക്ക് അത് കരിയർ സ്വിച്ച് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ ബേസിക്സ് വളരെ സിമ്പിളാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്കും ചെയ്യാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് പെട്ടെന്ന് നമുക്കിതിലേക്ക് ഇതിൻ്റെ ഒരു ഐഡിയ പെട്ടെന്ന് നമുക്കിത് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, സോൾവിങ് ആൻഡ് ട്രാക്കിംഗ് ബഗ് ഈസ് എ ഫൺ ആക്ടിവിറ്റി. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മുടെ കമ്പനി നമുക്ക് തരുമ്പോൾ അത് കണ്ടുപിടിച്ച് അത് നമ്മളോട് ഉപയോഗിച്ച് അതിൻ്റെ എന്തൊക്കെ ബഗ്സ് ഉണ്ട്, അതിലെവിടെയൊക്കെ പ്രോബ്ലംസ് വരാം, അതിന് ബ്രേക്ക് ചെയ്യാം, ആ ആപ്ലിക്കേഷനെ ബ്രേക്ക് ചെയ്യാനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പല രീതിയിൽ അത് ഉപയോഗിച്ച് നോക്കി, പലതരം ഇൻപുട്ട് കൊടുത്തു നോക്കി, പല സിറ്റുവേഷൻസിലൂടെ അതിന് കടത്തിവിട്ട് പല തരത്തിലുള്ള കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമ്മളതിൽ നിന്ന് അതിൻ്റെ ബ്രേക്ക് ചെയ്യാൻ നോക്കണം, അതിൻ്റെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ നോക്കണം. അപ്പോൾ ബേസിക്കലി അത് ആ ആപ്ലിക്കേഷനെ കുറിച്ച് A to Z നമ്മൾ പഠിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ വേറൊരു ഇത്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ടെസ്റ്റിങ്. നമ്മളൊരു സംതിങ് അതൊരു
സ്പെഷ്യൽ ഫീലാണ്. അത് നമ്മൾ ചെയ്ത് അതിൻ്റെ മിസ്സിങ് കണ്ടുപിടിച്ച് അത് നമ്മളത് തിരുത്തുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്ന ഒരു തരം പ്രോസസ്സാണ്. അതാണ് പറയുന്നത്. പിന്നെ എന്താണ്, ടെസ്റ്റിംഗ് ടൂൾസ് ആർ ഈസി ടു ലേൺ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കുമ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് ഉണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. മാനുവൽ ടെസ്റ്റിങ്ങിനും നമുക്ക് കുറച്ച് ടൂൾസ് വേണ്ടി വരും. മെയിൻലി ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് നമുക്ക് സെലീനിയം ID, സെലീനിയം വെബ് ഡ്രൈവർ വിത്ത് ജാവ, പിന്നെ JMeter, പെർഫോമൻസ് ടെസ്റ്റിങ്ങിന്, പിന്നെ പലതരം വെബ് ബ്രൗസിങ്, ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് ടൂൾസ്, അങ്ങനെ പലതരം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ടൂൾസൊക്കെ പഠിക്കാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂൾസുകളാണ്. ഇതൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ അതിലും രസകരമായിട്ടാണ്, വളരെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ, വലിയ ഡെപ്ത് ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലാത്തവർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെന്താണ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അതായത് ഒരു IT കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണ ആ പ്രോസസ്സിനാണ് നമ്മൾ SDLC എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അതായത് ഒരു IT കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് SDLC. ആ SDLCയിൽ ഏറ്റവും നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സ്റ്റേജ് ആണെന്ത്, STLC, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കരിയർ അത്രയും സ്റ്റേബിളാണ്, ഒരിക്കലും ഒരു കരിയറിന് ഒരു ഡാമേജ് വരാൻ ഒരു സാധ്യതയില്ല. SDLCയുടെ മെയിൻ പാർട്ടായിട്ട് വരുന്നുണ്ട്, അതതിൻ്റെ സ്റ്റെബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത്. പിന്നെന്താണ്, യു കോൺട്രിബ്യൂട്ട് ടു ദ ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയറിൽ എൻട്രി ചെയ്താൽ, നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്ററായി മാറുകയാണെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയറായി മാറുകയാണെങ്കിൽ, നമ്മളാണ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യണത്. നമ്മുടെ പ്രവർത്തനം അനുസരിച്ച്, നമ്മുടെ വർക്കിങ്ങിനനുസരിച്ച് നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ഇറ്റ് ഈസ് എ എവർഗ്രീൻ സെക്ടർ ഇൻ ദ IT ഇൻഡസ്ട്രി. IT ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ യൂത്തിന് വളരെയധികം താല്പര്യമുള്ള ഒരു സെക്ടറാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സെക്ടർ. അതിൻ്റെ ഒരു സാലറി പാക്കേജ് ആണെങ്കിലും, വർക്ക് കൾച്ചർ ആണെങ്കിലും, വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം കൊണ്ടും എല്ലാവർക്കും IT സെക്ടർ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ തന്നെ ഒരു എവർഗ്രീൻ ആയിട്ടുള്ള സെക്ടറാണ് ITയിലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഡെവലപ്പിംഗ് എന്താ എവർഗ്രീൻ അല്ലേ എന്നൊക്കെ ചിന്തിക്കാം. ഡിസൈനിങ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്, പല സെക്ഷനും ഉണ്ട്. പക്ഷേ ടെസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള IT തന്നെയുള്ള ബാക്കി സെക്ടറുകളിൽ അവർക്ക് പല മാറ്റങ്ങൾ വരികയാണ്. ഭയങ്കരമായിട്ട് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഫ്രെയിം വർക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം വരും. എപ്പോഴും അത് പുതിയ പുതിയ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പോൾ ജാവ പഠിച്ചൊരു കമ്പനിയിൽ കയറി കുറച്ച് കഴിയുമ്പോൾ വേറെ കമ്പനിയിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ അവിടെ പൈത്തൺ ആവാം, ചിലപ്പോൾ പൈത്തൺ തന്നെ അതിൻ്റെ ഫ്രെയിം വർക്ക് മാറാം, അങ്ങനെ പലതും. പക്ഷേ ടെസ്റ്റിംഗ് ആണെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഏത് IT കമ്പനിയിൽ പോകണമെങ്കിലും അതിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം ആണ്. ഏത് ലാംഗ്വേജും നമുക്ക് ടെസ്റ്റിംഗ് വെച്ച് സെയിം മൊഡ്യൂൾസ്, സെയിം ടൂൾസ്, സെയിം തിയറി ഓഫ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിപ്പോൾ ഏത് ജാവയുടെ ആപ്ലിക്കേഷൻ ആണെങ്കിലും, പൈത്തൺ ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച ടെസ്റ്റിങ്ങിൻ്റെ തിയറിയും പ്രൊസീജിയേഴ്സും അതിൻ്റെ റിപ്പോർട്ടിംഗ് മെത്തേഡ്സും ടൂൾസും ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ പ്രാവശ്യം എന്ത് ചെയ്യേണ്ട, ഓരോ കമ്പനിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്നുള്ളൊരു സ്വിച്ചിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആവശ്യം വരുന്നില്ല. അതാണ് ഈ IT ഫീൽഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ മറ്റൊരു ഗുണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.